ഗൈസ്, ISLന്റെ അനിശ്ചിതത്വം ഇങ്ങനെ നിലനിൽക്കുകയാണ്. എന്താണെങ്കിലും സുപ്രീം കോർട്ടിന്റെ അടുത്ത ആഴ്ചകൾ വരാൻ പോകുന്ന വേർഡിക്റ്റ് ആയിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ്. എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിൽ AFF FSDAലുമായിട്ടൊരു 10 വർഷത്തേക്ക് കൂടിയുള്ളൊരു MRA കോൺട്രാക്ട് പുതുക്കാനൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ISL നടത്തിപ്പുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇനി അത് എങ്ങനെ നെഗോഷിയേറ്റ് ചെയ്യപ്പെടുമെന്നൊക്കെയുള്ളത് നമുക്ക് നോക്കി കാണാമെന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് പോയാലും റെലഗേഷൻ പ്രൊമോഷൻ്റെ കാര്യത്തിലൊന്നും ഇതേവരെ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ AFC സ്പോർട്ടിൻ്റെ കാര്യത്തിലും ഇപ്പം ISL ചാമ്പ്യൻസിന് ലീഗ് വിന്നേഴ്സിന് ഒരു സ്പോട്ടും മറ്റൊരു സ്പോട്ട് ലീഗ് വിന്നേഴ്സിന് കൊടുക്കുന്ന രീതിയിൽ ഇനി സൂപ്പർ കപ്പ് വിന്നേഴ്സിന് അങ്ങനത്തെ സ്പോട്ട് ഇല്ല എന്നുള്ള തരത്തിലേക്കൊക്കെ പോകുമെന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട്. 2017 മുതൽ 2022 വരെയാണ് ISLും ലീഗും ഒക്കെ പാരലായിട്ട് റൺ ചെയ്തത്. ആ സമയത്ത് ISL ചാമ്പ്യൻസിനും ലീഗ് ചാമ്പ്യൻസിനും AFC സ്പോട്ടുകൾ കൊടുത്തിരുന്നു. അതിനുശേഷമാണ് പ്രൊമോഷൻ ആരംഭിക്കുന്നത്. ആദ്യം പഞ്ചാബ് FCയും പിന്നീട് മുഹമ്മദനും പ്രൊമോട്ടായിട്ട് വരുന്ന ടീമുകളായിട്ട് മാറി എന്നുള്ളതാണ്. അതിനുശേഷം ഇതാ വീണ്ടും ഒരു രീതിയിലേക്ക് പാരലൽ ലീഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ISLും ഇന്ത്യൻ ഫുട്ബോളും വളരുകയാണ്. പക്ഷെ പടവലങ്ങ പോലെയാണ് എന്ന് വരേണ്ടി വരും. അതായത് ഇന്ത്യൻ ഫുട്ബോളിനെ വളർത്താൻ AFFന് മാത്രമല്ല FSDLനും യാതൊരു വിധത്തിലൊരു ഉദ്ദേശവും ഇല്ല. അവർക്കിങ്ങനെ ലീഗ് ഗിമ്മിക്സ് ഗ്ലാമറൈസ് ചെയ്ത് കൊണ്ടുപോകണമെന്നൊക്കെ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. ലീഗ് ക്ലബ്സ് എന്താണെങ്കിലും ഇതിന് ശക്തമായിട്ടുള്ളൊരു എതിർപ്പുമായിട്ട് മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞാൻ പറയുന്നില്ല ഇപ്പം തന്നെ ഉടനെ ഒരു റെലഗേഷൻ കൊണ്ടുവരണമെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് 16 ടീമുകളാകുന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക IFCയുടെ റോഡ് മാപ്പൊക്കെ പ്രകാരം. അതായത് വരുന്ന 2 സീസണുകളോടി ഈ ഒരു പ്രൊമോഷൻ പ്രക്രിയ തുടരുക. അതിനുശേഷം റെലഗേഷൻ സ്റ്റാർട്ട് ചെയ്യുക. റെലഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ് ഫാക്ടറിനെ കൂടി നിർണ്ണയിക്കുന്നൊരു കാര്യമാണ് എന്നുള്ളതാണ്. ലോകത്തിലെല്ലായിടത്തും നടക്കുന്ന കാര്യമാണ്. വളരെ കുറഞ്ഞ എക്സെപ്ഷൻസേ ഉള്ളൂ. ഇന്നടുത്ത് റിലഗേഷൻ ഇല്ല, ഇങ്ങനത്തെ റിലഗേഷൻ ഇല്ല എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ലോക ഫുട്ബോൾ രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും പ്രൊമോഷൻ റെലഗേഷനും ഒക്കെ തന്നെ ഉണ്ട്. അത് ഇനിയും സമയമായില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. കാരണം 15 വർഷങ്ങളായിട്ട് അത് മുന്നോട്ട് പോവാണ്. ഇനിയും ആ ക്ലബ്ബുകൾക്ക് ഒരു പ്രിവിലേജ് കൊടുക്കണം നിൽക്കാൻ, അല്ലെങ്കിൽ അവർ തകർന്നു പോകുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 15 വർഷമായിട്ട് സക്സസ്ഫുൾ ആകാത്തവർ ഇനി എങ്ങനെ ആ ഒരു പിടിച്ചു നിൽക്കാനാണ് എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാക്കുക. അതിന് ചെയ്യേണ്ടത് ISLും ലീഗും ഒക്കെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. സെക്കൻഡ് ഡിവിഷനും അതേ രീതിയിലുള്ള വിസിബിലിറ്റീസ് ഉണ്ടാക്കുക. പിന്നെ അവർക്ക് തിരിച്ച് ISLിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ISLിൽ നിന്ന് റെലഗേറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ തീർന്നു എന്ന് പറയുന്നൊരു സാഹചര്യം വെക്കുന്നത് ആരാണ്? അവിടെയാണല്ലോ ഒരു പ്രശ്നം. ISLിൽ നിന്ന് റെലഗേറ്റ് ആകുന്നവർക്ക് പ്രൊമോട്ടായിട്ട് വരാനും ഏതൊരു ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ്സിനും ഫ്യൂച്ചറിൽ ISL കളിക്കാമെന്നുള്ള ഒരു സാഹചര്യവും ആ ഒരു പിരമിഡ് ആയിരിക്കണം ഉണ്ടാകേണ്ടത്. അതല്ലാണ്ട് ക്ലോസ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ ഇന്ത്യൻ ഫുട്ബോൾ വളർച്ചയല്ല. വളർച്ച ഉണ്ടാകും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടവലങ്ങ മോഡൽ വളർച്ച മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഇന്ത്യൻ ഫുട്ബോളിന് ഇത്രയും അധപ്പതനം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിട്ട് കൂടി ഇവർ ഇത് മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത്രയും നമുക്ക് പറയാനുള്ളൂ. വളരെ കാര്യക്ഷമതയുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് വരട്ടെ. ഈ ലീഗിൻ്റെ കാര്യത്തിലേക്ക് തീരുമാനമെടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടാകട്ടെ എന്നൊക്കെയുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളൊന്നും വരത്തില്ലല്ലോ. ഇവിടെയൊക്കെ എല്ലാം ഗ്ലാമറൈസ് ചെയ്തിട്ട് ഏതാണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് ഏതെങ്കിലും ക്ലബ്ബ് ലാഭത്തിലുണ്ടായ, ലീഗ് ലാഭത്തിലുണ്ടായ ഒന്നും സംഭവിച്ചിട്ടില്ല, എന്നിട്ടും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. എന്നാണ് ഇവരിത് മനസ്സിലാക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുക. സൈനിങ് ഓഫ്.